ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു എക്സാം ആണെങ്കിലും അല്ലേ, ഇനി വരാൻ പോകുന്ന LPUP എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ LDC എക്സാം ആണെങ്കിലും മറ്റേത് എക്സാം ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ LDC 2017 കണ്ണൂരിൽ നടന്ന ഒരു പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചൈന, ഇറ്റലി, ഇസ്രായേൽ, ജപ്പാൻ. ഏതാണ് രാജ്യം? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇസ്രായേൽ. രണ്ടാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മണിയാർ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏതാണ്? അതിൻ്റെ ആൻസർ ജനഹിത പരിശോധന. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതിക്ക് അനുമതി നൽകുന്നത് ആരാണ്? ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് അനുമതി നൽകുന്നത്. 5ാമത്തെ ചോദ്യം, ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഏതാണ് കമ്മിറ്റി? ഓപ്ഷൻ സി ആണ്, മൽഹോത്ര കമ്മിറ്റി കേട്ടോ. ഓപ്ഷൻ സി, മൽഹോത്ര കമ്മിറ്റി. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. വർക്കലയിൽ അല്ലേ, എന്തിൻ്റെ നിക്ഷേപമാണ് കണ്ടുവരുന്നത്? ലിഗ്നൈറ്റ് ഉണ്ട്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, സ്ഫടിക മണൽ. ഇത് 4മാണ് ഓപ്ഷനിലുള്ളത്. അതിൽ 6ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലിഗ്നൈറ്റ്. അടുത്ത 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതിയുണ്ട്, കോസി പദ്ധതിയുണ്ട്, ദാമോദർ നദീതട പദ്ധതിയുണ്ട്, ഇന്ദിരാഗാന്ധി പദ്ധതിയുണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കോസി പദ്ധതി. അടുത്ത ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം ഏതാണ് ആൻസർ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മണിപ്പൂർ. അടുത്ത 9ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഏതാണ്? ഓപ്ഷനിൽ ബിർള പദ്ധതി, ജനകീയ പദ്ധതിയുണ്ട്, ഗാന്ധിയൻ പദ്ധതിയുണ്ട്, ബോംബെ പദ്ധതിയുണ്ട് അല്ലേ. 9ൻ്റെ ആൻസർ ഏതാണ്? 9ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോംബെ പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? 10ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 860. ഓക്കെ, അടുത്ത IFSC കോഡ്. ഒരു എസ് അവിടെ നിന്ന് വിട്ടുപോയി, ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും എന്താണ് ചോദ്യം നമുക്ക് നോക്കാം. IFSC അല്ലേ, IFSC കോഡിൻ്റെ എത്ര ഡിജിറ്റുകളുണ്ട്? 11 ആണ് അതിൻ്റെ ആൻസർ. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്ത 12ാമത്തെ ചോദ്യം നോക്കി. അടുത്തത് 12ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഇത് 2017 LDC കണ്ണൂർ ചോദ്യപേപ്പറാണ്. ആ സമയത്തെ ആളാരായിരുന്നു? ആ സമയത്തെ ആൾ ജോൺ ഫെർണാണ്ടസ് ആണ്. 14ാമത്തെ നിയമസഭ, 15ാമത്തെ നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. ഓക്കെ, അടുത്ത് നോക്കി. മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണ്? ഏതാണ്? 13ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എന്നാണ് 1568 ആൻസർ. അടുത്ത 14ാമത്തെ ചോദ്യം, ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതായി ബന്ധപ്പെട്ട അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? 14ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ 330 ആണ്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 330. അടുത്ത 15ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അല്ലേ, അപ്പോൾ ഇത് നിലവിൽ ഇതൊരു കറണ്ട് അഫയേഴ്സ് പോലെ പുതിയതാണ് വേണ്ട ഡാറ്റ. അപ്പം ആ സമയത്ത് അല്ലേ 2017 സമയത്ത് ആരായിരുന്നു? HL ദത്തു ആയിരുന്നു. ഇപ്പോൾ അത് എന്താണ്, നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പഠിക്കണം. ഇപ്പോഴത്തെ ആൻസർ എന്ന് പറയുന്നത് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പോഴത്തെ ആൻസർ. അടുത്ത നോക്കി,
16ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏതു താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഏതു താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഹോസ്ദുർഗ് ആണ് ആൻസർ. ഹോസ്ദുർഗ്. അടുത്ത 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ്? ഏതാണത്? ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളാണ് അല്ലേ? അടുത്ത ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം. അപ്പോൾ ഗാർഹിക പീഡന നിയമം അല്ലേ നിലവിൽ വന്ന വർഷം ഏതാണ്? 19ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ്? 2006 ആണ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം 2006 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം ഏതാണ്? 20 ആ സമയത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഏതായിരുന്നു? ജമ്മു കാശ്മീരാണ്. ഇപ്പോൾ അത് മാറിയല്ലേ? അപ്പോൾ അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമ്മളത് നോക്കേണ്ട കാര്യം ഇല്ല. അടുത്ത ചോദ്യം നോക്കി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹിയിൽ പെടാത്തത് ആരാണ്? 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ KP കേശവമേനോനാണ്. അടുത്തത് 22, ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? 22ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. രാജസ്ഥാനാണ്. ഖേത്രി ചെമ്പുഖനി. അടുത്ത് നോക്കി, 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഏതാണ്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഗുജറാത്താണ് കേട്ടോ. ഇതും കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നമുക്ക് വേണ്ട. അടുത്ത് നോക്കി, 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ഏതാണ്? 24ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആരാച്ചാറാണ് അല്ലേ? ഇതും ഇനി ചോദിക്കാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അടുത്ത് നോക്കി, ശിവജിയെ ഭരണത്തിൽ നിന്നും സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ആരാണ്? 25ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പേർഷ്യ. അടുത്തത്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? 26, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ആരുടെയാണത്? നന്ദലാൽ ബോസാണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 27, ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. അതും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. 27ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഈ വാക്കുകൾ ആരുടേതാണ്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മെക്കാളെ പ്രഭുവാണ് അതിൻ്റെ ആൻസർ. എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. PSC ഒരുപാട് തവണ ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ്? ഏതാണ് വർഷം? 29ാമത്തെ ചോദ്യം അല്ലേ? 29ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1966 താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം എന്ന് പറയുക. ഓക്കെ. അപ്പം ഇത്രയുമാണ്. ഒരു 30 ചോദ്യമാണ് LDC 2017 കണ്ണൂർ ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം. പ്രീവിയസ് ചോദ്യത്തിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം എന്ത് ചെയ്യുക? പഠിക്കുക. കുറേ കാര്യം കറണ്ട് അഫയേഴ്സ് നമുക്കൊന്നും വേണ്ട, അതങ്ങ് ഒഴിവാക്കി വയ്ക്കുക. ബാക്കി കാര്യം എന്ത് ചെയ്യുക? റിപ്പീറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജസ്റ്റ് പഠിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു.